ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ ബ്ലോഗ്. ഇന്ന് സുന്ദരിയായിട്ടില്ലേ? സുന്ദരിയായി. ഇന്ന് ഒരു ഡ്രസ്സാണ് എനിക്ക് വളരെ, ഞാൻ ആദ്യമായിട്ട് റഷ്യയിൽ നിന്ന് വന്നിട്ട്, റഷ്യന്നല്ല സിംഗു ചുരിദാർ ഇട്ടിട്ട് ആദ്യമായിട്ടാണ്. റഷ്യയിൽ ഒരു വട്ടം ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് സിംഗു ചുരിദാർ ഇട്ടിട്ട്. എന്ത് ഭംഗിയാ കാണാൻ, നല്ല രസമില്ല എന്നെ കാണാൻ. തടി കാരണം വശന് നടക്കാൻ വയ്യ. ആ ശരി, സോറി മൈക്ക് മറ്റെന്തായിരുന്നു അതിന്റെ ബോഡി ഷേമിങ് മാറി. സോ ഗൈസ്, ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് നമ്മളുടെ ചേച്ചി ബിന്ദു ചേച്ചി പോയത്. നമ്മൾ ബിന്ദു ചേച്ചി താൽക്കാലികമായി നിർത്തിയതാണ്. നമ്മൾ ചേച്ചി വയ്യാണ്ടായിട്ടൊന്ന് പോയായിരുന്നു. മൈഗ്രെയിൻ്റെ അസുഖമുണ്ട് ചേച്ചിക്ക്. ചേച്ചി അപ്പൊ തിരിച്ചു വന്നു. ചേച്ചി വന്നു. ഇത് ചേച്ചിന്റെ ഹസ്ബൻഡാണ്. വ്ളോഗാ. ഇത് ചേച്ചിന്റെ ഹസ്ബൻഡ് ആട്ടോ. നമ്മള് നല്ല സ്നേഹമാണ്. സമാജസേവിയാണ്. ഫുൾ മലയാളം അറിയാം. ഓ, ചേച്ചീനെ എന്തായാലും മിസ് ചെയ്തെന്നറിയോ? ചേച്ചി രണ്ടാളും ഒരേപോലെ ഉണ്ടല്ലോ കാണാൻ. ഒരേ ഡ്രസ്. ചേച്ചി സമാധാനം. ഫേസ് ഒരേപോലത്തെ ഫേസ് ഒരേപോലെ ഉണ്ട്. പെയിന്റ് അടിക്കാന്നുള്ളൂ, അപ്പൊ ശരിയാവും. പെയിന്റ് അടിച്ചാൽ ശരിയാവും. പിന്നെ പ്രായമായില്ലേ ചേട്ടനിക്ക് ഈ വണ്ടി വേണ്ട, ആ വണ്ടി വേണം. ഞാൻ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് കൊണ്ടുപോയി? നമ്മളെ വണ്ടിയാ കൊണ്ടുപോയിക്കോളൂ. ഇപ്പൊ എങ്ങോട്ടാ പോണ്? ഞങ്ങളോ? ചേച്ചി ഒന്ന് മൈഗ്രെയിൻ ആയിട്ട് ചേച്ചി മോളാ ഉള്ളില്. അതന്നെ. പിന്നെ വയനാട്ടിലല്ലേ? വയനാട്ടിൽ മാത്രല്ല, കോഴിക്കോട്, ഓൾ കേരള. നിങ്ങള് സപ്ലൈ വീട്ടില് പിന്നെ ആരെങ്കിലൊക്കെ ജോലിക്ക് വേണമെങ്കിൽ ചേട്ടൻ നമ്പർ കൊടുക്കണോ? കൊടുക്കണോ? പിന്നെ ആൾക്കാർ വിളിക്കും, പിന്നെ കൊണ്ട് കൊടുക്കേണ്ടി വരും. ചേട്ടൻ നമ്പർ 9744667538. എല്ലാരും പണിക്ക് നേപ്പാളികൾ മാത്രമാണോ അല്ലെങ്കിൽ മലയാളികളുണ്ടോ? റിസോർട്ടില്, ഹോട്ടലില്, വീട്ടില് പല സ്ഥലത്തുണ്ട്. വയനാട്ടില്, കോഴിക്കോട്, മലപ്പുറം പല സ്ഥലത്തുണ്ട്. ഞാൻ സമാജസേവിയാണ്, സോഷ്യൽ വർക്കുണ്ട്, പ്രവാസി ഗ്രൂപ്പ് അധ്യക്ഷനാണ്, CIT യൂണിയൻ മെമ്പറാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നേപ്പാളിന്ന് വന്ന് എന്ത് സുന്ദരമായി ചേട്ടൻ ഒരു ദിവസം ഫ്രീ ഉള്ളപ്പോ വരണേ, നമുക്കൊരു ചൈനീസ് ടെസ്റ്റ് ചെയ്യണം. അതന്നെ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ എല്ലാവർക്കും കൂടി. ചേച്ചി എന്താ പോയെന്ന് വെച്ചാല് മൈഗ്രെയിൻ്റെ അസുഖം വന്നല്ലേ, തലവേദന ആയിട്ട് പോയ ഉമ്മല്ല ചേച്ചീനെ ഇതാക്കിയ പ്രശ്നക്കാരിയാക്കി. അല്ല, ഉമ്മാക്ക് ഉമ്മ നമ്മ ഇവിടെ വെച്ചാലേ അല്ല, നമ്മ ഇവിടെ നമ്മള് സ്വന്തം ആൾക്കാരെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മ എവിടേക്കാ പോണ അവിടേക്കൊക്കെ കൂടെ കൊണ്ടുപോകും. നമ്മക്ക് ഇറങ്ങാൻ പോയോ നമ്മ കൊണ്ടുപോകും. അങ്ങനെ. പക്ഷെ ചേച്ചിക്ക് അത് പറ്റുമോ നമുക്ക് അറിയില്ലേന്നു. ചേച്ചി നോയും പറഞ്ഞില്ല നമ്മളോടായതുകൊണ്ട്. നേപ്പാളിന്ന് വരുന്ന ചേച്ചിയല്ലേ, ദൂരം സഞ്ചരിക്കുമ്പോ ഇനിയില്ല, ഇനി ചേച്ചി അതുകൊണ്ട് എന്താക്കി ചേച്ചി അന്ന് പറഞ്ഞ എന്തറിയോ, ആ കാറിൽ കയറിയോണ്ടാണ്, സ്വിഫ്റ്റിൽ കയറിയോണ്ടാണ് ഛർദി വന്നത്. അത് കേട്ടപ്പോ എനിക്ക് വിഷമായി. അപ്പൊ തന്നെ പുതിയ കാർ മേടിച്ചു. മഹേന്ദ്രൻ ഇനി ചേച്ചിക്ക് ലക്ഷറി ആയിട്ട് പോവാം. ഇനി അതിൽ കയറിയ ഛർദിക്കാൻ നോക്കണം. പക്ഷെ അതിൽ കയറി ഛർദിച്ച എന്താ പ്രശ്നം അറിയോ? കാട്ടിന്റെ നടുവിലാണ് ഞാൻ അപ്പിറക്കി. അതല്ല, ഞങ്ങൾ അന്ന് കാട്ടിൽ കൂടെയാ പോയത്. ചേച്ചിക്ക് ഒന്ന് ഛർദിക്കാൻ പുറത്തിറങ്ങാൻ പറ്റൂല, കാരണം ആന വന്ന് ഫൈൻ അടിക്കും. ഇല്ല, പുറത്തിറങ്ങാൻ പറ്റില്ല. അവിടെ കൈ ഫോറസ്റ്റിന്റെ ഫൈൻ അടിക്കും. 2000 രൂപ ഒരു ഫൈൻ. ഈ ജലദോഷം ചുമ വരുന്ന ടൈം ആണല്ലോ എല്ലാവർക്കും. ഇപ്പൊ എങ്ങനെ ഉണ്ടല്ലോ ആ ടൈം, പിന്നെ അങ്ങനെ പിന്നെ ശരീരം മൊത്തം ഞാങ്ങായി പോയി. പിന്നെ അല്ല, ഇപ്പോഴാണ് ക്ലിയർ ആയിട്ട് വന്നത് മൂപ്പര് അല്ലേ. അത് നമ്മ അങ്ങനെ പോകുമ്പോഴാണ് 10, 25, 30 ഈ 10, 50 പ്രായ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ അന്ന് ഈ 10, 30 താഴെ
നമുക്ക് എന്താ വേണമെങ്കിലും നേടാം, നമുക്ക് അസുഖം തോന്നില്ല, എന്താ ഭക്ഷണം നമ്മൾ ദഹിക്കും. പക്ഷേ ഈ പ്രായമാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ 40 വയസ്സ് കഴിഞ്ഞോ പിന്നെ ജനങ്ങൾക്ക് ആരും പോക്കാം, എല്ലാവരും അങ്ങനെയാണ്. 40 വയസ്സ് താഴെ ജോലിക്ക് പോയാൽ, കല്യാണം കഴിച്ചാൽ, വിദേശത്ത് പോയാൽ, ജോലി എന്തായാലും ഈ 40 വയസ്സ് താഴെ ഉള്ളൂ. 40 വയസ്സ് മേലായി പോയാൽ നമ്മുടെ ജീവിതം പോകാം. പിന്നെ ഉന്തി തല്ലി പോവാ ബാക്കി 30 വയസ്സായിക്കൊണ്ട് ബാക്കി ഒരു കുഴപ്പം കാണുന്നില്ല. എനർജി എനർജി അപ്പൊ എനിക്ക് 56 വയസ്സായില്ലേ. അപ്പൊ നമ്മിനി 40 വയസ്സ് വയസ്സാണ്. അല്ല ഭായി 40 വയസ്സ് താഴത്തുള്ള നോക്കണോ? അത് പറഞ്ഞത് എനിക്ക് 16 കഴിഞ്ഞിട്ട് 17 എത്താൻ അയക്കുന്ന പോലെ. 17 വയസ്സിലെ പെൺകുട്ടിയെ നിങ്ങൾക്ക് വേണം. അങ്ങനല്ല, ഇത് സിംഗുവിന്റെ ബാക്കിയാ. ഒരു ചെറിയൊരു തള്ളു കൊടുത്താൽ മതി, ബാക്കി ഇങ്ങനെ തല്ലി 17 വയസ്സുള്ളൂ. ഇല്ല, എന്നോട് വയസ്സ് നോക്കില്ല, ബായിക്ക് എത്ര വയസ്സ്? എനിക്ക് 16 കഴിഞ്ഞിട്ട് 17 എത്തുന്നുള്ളൂ എന്ന് പറയുന്നു ഞാൻ താമസൊക്കെ. കൽപ്പനക്ക് ഹെൽപ്പായില്ലോ. അല്ല, അത്ര ഹെൽപ്പ് വേണ്ട. അപ്പൊ നമുക്ക് വേറെ ഹെൽപ്പ് ആക്കാൻ നമുക്ക് വേറെ കേട്ടല്ലേ. നമ്മള് ഒരു ദിവസം ഞാൻ വരാം പിടിച്ചിട്ട് എനിക്ക് ഒരു ടൈം കിട്ടിട്ട് കുറച്ച് 1-2 മണിക്കൂർ അത്ര വേണ്ട, കുറച്ച് എഡിറ്റ് ചെയ്യാണ്ട് കുറച്ച്. പിന്നെ ഞാൻ വരാട്ടെ, ടൈമില്ല എനിക്ക്. തള്ളല്ല, ചേട്ടൻ പറഞ്ഞ സത്യങ്ങളാണ്. എല്ലാം സത്യമാണ്. നിങ്ങൾക്ക് പകുതി മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ശരിക്കും മലയാളം പറയുന്നുണ്ടല്ലോ. ശരിക്കും മലയാളം അല്ല, സ്പീഡിൽ പറയുന്നുണ്ടേ ചിലപ്പോ. 5 ലക്ഷം തന്നോളി, വിട്ടു ഒഴിവാക്കാണെന്ന്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 5 ലക്ഷത്തിന്റെ വാല്യൂ ഉള്ളൂ? തമാശ പറയുന്നേ, വിട്ടേക്ക്. ഒരുപാട് അങ്ങനെ അതാ ഞാൻ പറയട്ടെ, തമാശക്ക് 1 കോടി എന്നാ ഞാൻ വിട്ടേ. ചേച്ചി എന്ത് പറയാനുള്ളത്? വെൽക്കം ബാക്ക് ടു അവർ ഹോം. അപ്പം വീട്ടിലോട്ട് വീട്ടു സ്വാഗതം. എന്തുണ്ടെങ്കിലും ഇവിടെയും ചേച്ചി സാരി പറഞ്ഞാൽ മതി. എന്തിനാ ചേച്ചീന് സാരി എടുപ്പിക്കാൻ? അല്ല, ഓണത്തിന് സാരി മേടിച്ചെടുക്കാൻ. ഓണത്തിന് സാരി മേടിച്ചു കൊടുക്കണം. ഓക്കെ. അപ്പം ചേച്ചിക്ക് ഓണല്ല, ദീപാവലി. ദീപാവലിക്കാ വേണ്ടേ? എല്ലാം ഉണ്ട്. ചേച്ചി അതിന് തമിഴ്നാട്ടിൽ നിന്നല്ല വരുന്നത് ദീപാവലി എന്ന് പറയുന്നത്. ചേച്ചി നേപ്പാളിൽ വേറെ പരിപാടി അല്ലേ? അപ്പൊ ഓണമില്ല? ഓണം കേരളത്തിന്റെ പരിപാടിയല്ലേ, ആഘോഷിക്കൂലേ? ഓണം 10-25 കൊല്ലായില്ല ഇവിടെ, ആഘോഷിക്കൂലേ? ഒരേ ഒറ്റ തള്ളിന് മതി. പിന്നെ ഈ ഒരു ചുരിദാർ ശിങ്കു ആദ്യമായിട്ടാണ് ഞാൻ ചുരിദാർ ഇട്ടിട്ട് കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഫാത്തിമ ബ്യൂട്ടിക്ക് എന്ന് പറഞ്ഞ ഒരു സൈറ്റിൽ നിന്നാണ് ഈ ഒരു സാധനം വന്നിട്ടില്ലേ. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കൊടുത്തേക്കാം. അപ്പം എല്ലാവരും ഒന്ന് കയറി നോക്കുക. ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല മെറ്റീരിയലാ. പ്രൊഡക്റ്റിനെ കുറിച്ച് ശിങ്കു തന്നെ പറയും. എങ്ങനെയുണ്ട്? മെറ്റീരിയൽ നല്ലതാണ്, ഇഷ്ടപ്പെട്ടു. അതായത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. സാധാരണ നമ്മൾ മീഷോ എന്നൊക്കെ ഓർഡർ ചെയ്യുന്ന ഒന്ന് വരുന്നത് വേറെ ഒന്നാണ്. പക്ഷെ ഇത് നല്ല അടിപൊളി. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, നോക്ക്, നല്ല അടിപൊളി. ഇതിൻ്റെ മെറ്റീരിയൽ പേര് എന്തോ സാറ്റിനോ ഷിഫോൺ അങ്ങനെ എന്തോ ജോർജറ്റ് അങ്ങനെ എന്തോ മെറ്റീരിയലാണ്. പിന്നെ നോക്ക്, വർക്ക് വന്നിട്ട് ഇതൊക്കെ ഇവിടെ ഉണ്ട്. സിമ്പിൾ നല്ല കണ്ട, നല്ലൊരു സിമ്പിൾ വർക്കും കാര്യങ്ങളും. സിമ്പിളല്ല, ഒരു അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെന്താ, ഇത് നല്ല കളറില്ലേ? കളറൊക്കെ ഞാൻ ചൂസ് ചെയ്താട്ടോ. എന്നോട് പറഞ്ഞ് കളർ നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ചൂസ് ചെയ്ത കളറാണിത്. അപ്പം പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം, ലിങ്കിൽ ഉണ്ടാവും. അപ്പം എല്ലാവരും ഒന്ന് കയറി നോക്ക്. അപ്പൊ ഞാൻ ചുരിദാറായിട്ട് നിങ്ങൾ കണ്ടില്ലേ, വേറെ ഒരാള് ഇവിടെ മാരകമായ ഒരു മേക്ക് ഓവർ ഔട്ട്ഫിറ്റ് ചേഞ്ച് നടത്തിയിട്ടുണ്ട്. ഞാൻ പോലും നെട്ടിപ്പോയി കണ്ടിട്ട്. അത് ഞാൻ പറഞ്ഞ ഡയലോഗ് അല്ലേ? നമുക്കെന്നാ ക്യാമറ നേരെ തിരിച്ചോ. ക്യാമറ ഗോസ് ടു ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ആരാ സുന്ദരി അറിയോ? നിന്നെക്കാട്ടി സുന്ദരി ഉമ്മയാണെന്ന്. നല്ല രസമുണ്ട് കേട്ടോ. ഉമ്മക്ക് എങ്ങനെയുണ്ട് ഡ്രസ് ഇട്ടിട്ട്? ഇത് ഉമ്മക്ക്
ഫാത്തിമ ബൊട്ടീക്കിന്ന് ഉമ്മാക്ക് അയച്ചു കൊടുത്തതാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഉമ്മ? ഉണ്ടോ? സത്യം അല്ല, ഞാൻ അളവൊന്നും പറഞ്ഞു കൊടുക്കാതെയാണ് ഈ മെറ്റീരിയൽ എടുത്തത്. അപ്പൊ ഫാത്തിമത്ത താങ്ക് യു സോ മച്ച്. നിങ്ങള് ഞാനും അളവ് എന്റെ പറഞ്ഞിട്ടില്ല, പക്ഷെ എന്റെ ഡ്രസ് ഇട്ടത് എനിക്ക് കറക്റ്റ് ആയിരുന്നു. ഇപ്പൊ ഉമ്മാന്റെതും കറക്റ്റ് ആയിരുന്നു. നമ്മളൊന്നും പേടിച്ചു അളവ് പറഞ്ഞെടുത്തില്ലല്ലോ. ഈ ഡ്രസ്സിന് എന്താ പറയാ? ഗൗണ്. ആ, എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ ഒരു വള്ളി ഉണ്ട്, പക്ഷെ ഇച്ചിരി വയറുകളുണ്ട്. വള്ളി ഇടുന്ന വള്ളി ഇടുമ്പോ പിന്നെ ഗർഭിണി പോലെ നല്ല രസമുണ്ട് അല്ലേ? നല്ല കംഫർട്ടബിൾ അല്ലേ? നല്ല തുണി കിട്ടോ നമുക്ക്. ഉമ്മാക്ക് ഇപ്പൊ 50 വയസ്സുണ്ട് എന്ന് ആരും പറയില്ല. സീരിയസ്ലി 50 വയസ്സായി ഉമ്മാക്ക്. ഹാഫ് സെഞ്ചുറി അടിക്കാൻ പോവല്ലേ? 49 ഹാഫ് സെഞ്ചുറി അടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം എന്തായാലും അപ്പച്ചീനെ കാണിച്ചു കൊടുക്കും, ഭാര്യനെ കാണിച്ചു കൊടുക്കും. ഇപ്പച്ചീന്റെ മറുപടി എന്താന്ന് നോക്കാം നമുക്ക്. ഇപ്പച്ചി റൂമിലുണ്ട്. അല്ലല്ല, അത് ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ഒരു മിനിറ്റ് വിളിക്ക. ആദിപ്പച്ചിനെ കാണിക്കും. ആയില്ല. ഉമ്മ ഒരു പുതിയ ലുക്കിൽ വരികയാണ്. ഒന്ന് കണ്ടു നോക്കൂ. എണീറ്റിരിക്കോ. ഭാര്യ മാറിപ്പോയെന്നൊന്നും പറയരുതേ. ഒരു മിനിറ്റ്. റെഡി 1 2 3 ഗോ. ഇങ്ങനെ ഡ്രസ്സിൽ കണ്ടിട്ടുണ്ടോ? എന്ത് ഭംഗിയാണ്. പണ്ടത്തെ പോലെ ഉണ്ടോ? പെണ്ണാണോ മാമ പോലത്തെ? അന്ന് വളരെ സുന്ദരിയായിരുന്നു. ഞാൻ പറയട്ടെ, ഉപ്പച്ചി പറഞ്ഞതാ ഉമ്മാനെ പെണ്ണ് കാണാന് ഒറ്റ ഇതിൽ തന്നെ ഉമ്മാനെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഉമ്മാക്ക് ഉപ്പച്ചിനെ ഇഷ്ടപ്പെട്ടില്ല. ഉടുപ്പ് രസം. ഇല്ല, കഥ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു കഥ പറയും. കേൾക്കാൻ നല്ല രസമാണ്. 1990 നിക്കാഹ് കഴിഞ്ഞിട്ട് ഉപ്പച്ചി അല്ല ഏത് എപ്പോഴാണ് കണ്ണും നട്ട് കാത്തിരിക്കുന്നതും. എന്നാ രണ്ടാളും ഒരുമിച്ചിരിക്കും. കഥ പറയൂ, നോക്കട്ടെ. കഥ കേൾക്കാം. അത് വേറെ വ്ളോഗിലുണ്ട്. വേണ്ട, ഇല്ല പറയട്ടെ. അത് 90-95 കാലഘട്ടത്തിലാണ്. 95 കാലഘട്ടത്തിൽ മൊബൈൽ ഫോണൊന്നുമില്ല. ആ ഫോട്ടോ ഉണ്ടെങ്കിൽ കൊടുക്കണേ. മൊബൈൽ ഫോണൊന്നുമില്ല. അവിടെ പക്കർക്കാന്നുണ്ട് ഗേറ്റിനടുത്ത്. മൂപ്പര വീട്ടിൽ മാത്രമേ ഫോണുള്ളൂ. ഫോണ് ഇല്ല പെണ്ണ് കാണാൻ പോയത് ഇഷ്ടം. ഉമ്മാൻ എങ്ങനെ കണ്ടു കിട്ടിയത് പറയും. ഉമ്മാനെ ഞാന് ബ്രോക്കർ പറഞ്ഞേ മുറിച്ചാൽ വത്തക്കേന്ന് പറഞ്ഞേ. ഉള്ളി ചോപ്പും പുറത്ത് വച്ചേന്ന് ബ്രോക്കർ അങ്ങനെ സത്യം. കാരണം എന്താ പറയാ, സുന്യാന്ന് പറഞ്ഞതാണ്. സുന്നി ഇതൊക്കെ എങ്ങനെയാണ് പറയുന്നത്? അറക്കൽ അതല്ല അതിന്റെ രസം വേറെ മുന്നുണ്ട്. കാണാൻ പോണതിന്റെ രസമുണ്ട്. അതായത് ഞാനന്ന് ഗൾഫിൽ വന്ന് ഭയങ്കര തിരക്ക ബിസിയാണ് എനിക്ക്. ഞാൻ സ്ഥലം എടുക്കുക, കൊടുക്കുക, റേഷ്യ അങ്ങനെ ഓടുകയാണ്. അപ്പൊ അതേമാതിരി സ്ഥലം റേഷ്യ വേണ്ടി കൽപ്പറ്റയ്ക്ക് പോവാ. അപ്പൊ ഒരാള് വരുന്നത്. അപ്പൊ എനിക്ക് ഇങ്ങനെ വന്നപ്പോ എനിക്ക് സംശയം തോന്നി. ഒരേക്കാൾ തോന്നല്. ബ്രോക്കറുണ്ട്, അയാൾ മൊയ്തൊക്കെ ഉണ്ട്. മൊയ്തൊക്കെ കണ്ണുകാണോ അറിയില്ല, നോട്ടം എന്നെ നോക്കിയെന്ന്. ഞാൻ ഇങ്ങനെ കൽപ്പറ്റ പോവുകയും ചെയ്ത്. ഞങ്ങൾ സത്യത്തിൽ അറിയില്ല. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇവിടെ ഉമ്മാന്റെ ഒപ്പം വന്ന്. ഉമ്മാന്റെ ഒപ്പമാണ് ജഡ്ജി. വീട്ടില് നിന്നോ? ഉമ്മാന്റെ ഒപ്പം കാണാന് പെണ്ണ് കാണാൻ ഗ്ലാസും ചായ ഒക്കെ ഇട്ട് വന്നോ? ഇങ്ങോട്ട് വന്ന കാര്യം പറയണേ. ഇങ്ങോട്ട് കാണാൻ ഇങ്ങോട്ട് വന്നു. ഉമ്മാന്റെ ഇവിടെ ഉമ്മാന്റെ ഉപ്പയാണ് ജഡ്ജി, അല്ലെ മജിസ്ട്രേറ്റ്. മൂപ്പര് പറഞ്ഞെങ്കിലേ ഇത് നടക്കുള്ളൂ. അങ്ങനല്ല, അന്തിമ തീരുമാനം മൂപ്പരതാണ്. റിയൽ ജഡ്ജി അല്ല. ഞങ്ങളെ വീട് തറവാട് വീടല്ലേ, ഓടിട്ടൊരു വീടാണ്. മൂപ്പർക്ക് ചായ കൊടുത്ത് ഒക്കെ ഇഷ്ടപ്പെട്ട് അവർക്ക് നിങ്ങൾ കാണാമെന്നുള്ള പറഞ്ഞു. ഞങ്ങള് കാണാൻ വരാൻ. അപ്പൊ എന്താ കെട്ടാൻ തക്കത്തോളം വന്നോളി, അത്രക്കും ഇഷ്ടപ്പെട്ടിട്ട് മൂപ്പർക്ക് പറഞ്ഞു. അപ്പൊ എന്തായാലും ഉറപ്പോ ഇഷ്ടപ്പെടും പറഞ്ഞു.
അങ്ങനെയാണ് പോയി കണ്ടത്. കണ്ട് തിരിച്ചു വരുമ്പോ ഞാൻ അങ്ങനെ ഒരു ഇതേമാതിരി കുയില വീട് കേറി വരാം. അതുകൊണ്ട് വീടോ മൊയ്തുവിന്റെ വീട് കുഴിയിലോ ആ ഒരു ഇറക്കൽ കൊയ്യ് ഭാഗത്താണ്. അതിൽ അങ്ങനെ കേറി വരണം നമ്മള്. അപ്പൊ നമ്മളെ ഉമ്മ ഉണ്ടെന്ന് പറഞ്ഞ് ഓൾക്ക് എന്തിന്നാ ഒരു കുറവെന്താ. അപ്പൊ എനിക്ക് മനസ്സിലായി ഓൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാന് പ്രതീക്ഷിക്കണ്ട, ഏതായാലും ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ പോവാണ്, ഗൾഫിൽ പോവാണ്, വന്നിട്ട് നോക്കാൻ വിചാരിച്ച്. അങ്ങനെയാണ് പിന്നെ ചെറുകൂടെ പെട്ടെന്ന് പെട്ടെന്ന് നിക്കാഹാക്കിയത്. ഒന്ന് പോയി ഒന്ന് നിക്കാഹ് ചെയ്ത് ഒന്ന് കാണാനുണ്ടായിന്. ഇവളൊരു ഒരു അമ്മ ഉണ്ട്, മജീദ് കണ്ടിട്ട്. ഓനോട് ആരോ ചോദിച്ചു ഒന്ന് കണ്ടോട്ടെ പറഞ്ഞറിയോ മജീദ് പറഞ്ഞ് കാണാൻ പറ്റില്ല, കണ്ടു കഴിഞ്ഞാൽ ഓനക്ക് വിഷമാവും എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ സമ്മതിച്ചില്ല. ഞാൻ പോയി. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത്. ഒരു കൊല്ലം കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ 3 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ കല്യാണം നടന്നത്. അതുവരെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ പോയിട്ടില്ല. 3 മാസല്ലേ വലിയ പട്ടി ഉണ്ടായി. അതല്ലേ പറഞ്ഞേട്ടാ നിക്കാൻ കഴിഞ്ഞിട്ട് ഒരു മൊയന്തുണ്ടായിരുന്നു. മജീക്ക് ഈ വീഡിയോ കാണുമ്പോ പറയും ഈ മൊയന്ത് വിളിച്ചില്ലേ അത്. അത് അന്നത്തെ ഇന്ന് ഇവര് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ഇവിടെ. അതുകൊണ്ടാണ് മൊയന്ത് എന്ന് പറയാൻ പറ്റിയത്. അത് ഇവര് അത്രക്കും ബന്ധമാണ്, അതുകൊണ്ട് അങ്ങനെ ഏടാ പോടാ ബന്ധമാണ്. അപ്പം ലവ് സ്റ്റോറി കിടിലൻ ലവ് സ്റ്റോറി. എന്തായാലും നല്ല സൂപ്പർ ആയില്ലേ. ഇല്ല, ഇത് വിശദമായിട്ട് പറയുകയാണെങ്കിൽ കുറെ ഉണ്ട്. ഗൾഫിൽ പോയപ്പോ ഉമ്മാക്ക് സങ്കടമായോ ഉണ്ടോ? അല്ല, ഉമ്മ എപ്പോഴാ ഓർപ്പിച്ചേ സമ്മതിച്ചേ? ഓളമ്മ പറഞ്ഞല്ലോ ഓൾക്ക് എന്താ കുറവൊന്നുമില്ല. അപ്പൊ ഓള് ഇഷ്ടപ്പെട്ടു. സമ്മതമൊന്നുമില്ല. ആ കാലത്ത് അങ്ങനെ ഒന്നും ഇല്ലല്ലേ. പിന്നെ ഉമ്മ എന്താ പറയാൻ കാരണം? ഉമ്മ എന്താ അങ്ങനെ പറയാൻ കാരണം? എന്താ പറഞ്ഞത്? അങ്ങനെ കാണാൻ വരിക, എന്തെങ്കിലും വള ഇട്ട് പോവുക. നമ്മളോട് ചോദ്യമൊന്നും ഇല്ല, അങ്ങനെ ഇഷ്ടപ്പെട്ടോ ഒന്നും. അന്നത്തെ കാലം ഒന്നുമില്ല. നമ്മള് നമ്മത് മൂളിക്കോളൂ. പേടിയാണ് ഉപ്പാന. ഇഷ്ടപ്പെട്ടോ കാണാൻ വന്നപ്പോ? അല്ല, അന്ന് ഞാൻ കാണാൻ അടിപൊളിയാ. കാണാൻ AC-യിലെ ജീവിതല്ലേ അവിടെ. ഉമ്മ എന്താ സുന്ദരി. ഉമ്മനെ കണ്ടോ സാരി ഒക്കെ കൊടുത്ത്. ഉമ്മാന്റെ ഫോട്ടോ ഒന്ന് കൊടുക്കണേ. അന്ന് ഉമ്മ അത്ര തടിയൊന്നുമില്ല. ഞാൻ മൂടിയൊക്കെ പോയിട്ടേനു. കല്യാണത്തിന് ഞാൻ കാലിൽ നമ്മള് മിഞ്ചി ഇടൂലേ വിരലിന്, ഞാൻ എന്റെ കല്യാണത്തിന് മിഞ്ചി ഇട്ടിരുന്നു. ഉപ്പച്ചിന്റെ ഏട്ടന്റെ മോളാണ് എല്ലാവർക്കും ഡ്രസ്സ് മാറ്റുക. ഓളോട് പറഞ്ഞ് ഓളങ്ങോട്ട് വരണമെങ്കിൽ ആ മിഞ്ചി എന്റെ കല്യാണത്തിന് അന്ന് മിഞ്ചി ഊരിപ്പിച്ച്. എന്തിനോ ഞാനൊന്നറിയില്ല. അത് സ്വർണ്ണ സ്വർണ്ണാണ് വൈപ്പിക്കൂലേ? നമ്മള് ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മള് വിരലമ്മല് മിഞ്ചി ഇടുവന്ന് അതൊക്കെ ഊരിച്ച്. എന്നിട്ട് ഫുൾ കയ്യ കൊണ്ടുവന്ന് എനിക്ക്. ഹാഫ് കൈയല്ല കൊണ്ടുവന്നത്. ഹാഫ് കൈയുള്ള ബ്ലൗസ് ഇതുപോലെ ബോബി കട്ടും ബ്യൂടെക്സും റോസ് പൗഡറും ഒക്കെ ഇട്ട് അസിമ. എന്നിട്ട് ഫുൾ കൈ കുപ്പായം ഹാഫ് കൈ അവിടെ മാറ്റി വെച്ചിട്ട് ഫുൾ കൈ വേറെ. അത് അന്നത്തെ കാലത്തൊക്കെ അന്നത്തെ കാലത്തൊക്കെ എല്ലാരും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ലവ് സ്റ്റോറി കഴിഞ്ഞില്ല. ഉപ്പിച്ച് ഗൾഫിന് നിക്കാഹ് കഴിഞ്ഞ് പോയില്ലേ, അന്നേ ഉമ്മക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കത്തൊക്കെ കത്ത് ഇന്നുണ്ടെങ്കിൽ. അപ്പൊ ദുബായിന്ന് എത്ര ദിവസം കഴിഞ്ഞിട്ട് കത്ത് എത്തുക നാട്ടില്? അന്നൊക്കെ പോസ്റ്റ്മാനെ നോക്കിക്കുന്നു. പോസ്റ്റ്മാനല്ലേ നിക്കാഹ് കഴിഞ്ഞ അവസരം കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ഫോണിന് പറഞ്ഞില്ലല്ലോ. ആ പക്കർക്ക് മാത്രമേ ഫോണുള്ളൂ. അപ്പൊ ഇവിടെ ഒന്ന് കാത്തുക്കും. ഞാനാണെങ്കിൽ ലൈൻ കിട്ടുമോ? വിളിച്ചാൽ ലൈൻ കിട്ടൂല. ഇവര് കാത്തുനിന്ന് ഇവര് തിരിച്ചു പോകും. ആ പോയി അപ്പാണ് ലൈൻ കിട്ടും. അപ്പൊ പക്കർക്ക് പോയി.
അപ്പൊ സങ്കടം ഉണ്ടായിരുന്നു. രാത്രിയാണ് പോവുക ഇവിടെ ഓഫീസിൽ. ഇന്നിപ്പോ 2 കുട്ടികൾ വന്നില്ലേ ഓരോ വീട്ടിന്റെ അടുത്തേക്ക്. രാത്രി ഞാനും റംലും കൂടെ അല്ല ഓഫീസിലെ വരിക. അന്ന് എന്റെ ഉപ്പാന്റെ പീടികയിൽ തന്നെ വെള്ളമുണ്ട സ്ഥലത്ത് ഫോണുള്ളൂ. എന്റെ ഉപ്പാനെ കടത്ത് വിളിക്കുന്നു. അല്ല എന്നിട്ട് എന്നെ കൂട്ടാൻ വരും ഉപ്പച്ചി വിളിക്കുന്നു പറഞ്ഞിട്ട്. പക്ഷെ അന്നേരം ഇവിടുത്തെ ഉപ്പ വിടൂലല്ല, ഇപ്പം പോണ്ടാറില്ല. അങ്ങനെ അത്ര ഉണ്ടാക്കി. അതൊക്കെ ഒരു കാലം രസമാണ്. അന്നൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഇപ്പൊ ആരും ചോദ്യമൊന്നും ഇല്ലല്ലോ ഉപ്പാരോടൊന്നും. അന്നൊക്കെ ഉപ്പ അവിടുന്ന് എന്നെ കൂട്ടാൻ വരുമ്പോ എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ വയറുവേദന വരും. വിടുകയില്ല. അതേപോലെ എനിക്ക് ഉമ്മാമ്മയുടെ സ്റ്റോറി ചോദിക്കണം. അതെങ്ങനെ അതൊക്കെ ചോദിക്കാം, എല്ലാം ചോദിക്കാം. ഇത് ലവ് സ്റ്റോറി നമുക്ക് കമന്റ് ബോക്സിൽ ഇനി കൂടുതൽ വിശദമായിട്ട് അറിയണമെങ്കിൽ ഒരു പറയട്ടെ. ഇവരെ കത്തൊക്കെ ഉണ്ട് ഗൈസ്, അതൊക്കെ നമുക്ക് ഇരുന്ന് വായിച്ചാ ഇതില് എത്തിനോട്ടം. ഇവിടുത്തെ ഉമ്മച്ചിയോട് ചോദിച്ചു ലവ് സ്റ്റോറി. അതല്ല വിറ്റ് ഉപ്പച്ചി ആഴ്ചക്ക് കത്ത് ചെയ്തു. ഉപ്പച്ചി ഒരു കത്ത് അവിടുത്തെ അടുത്തത് എഴുതി വിടന്നെ. അതാണ് അപ്പൊ ഉമ്മ ഇവിടുന്ന് അങ്ങോട്ട് വിടലില്ലേ കത്ത്? ഇതൊക്കെ അടിച്ച് വീട്ടുകാട് പകുതിയോ. നേരെ തിരിച്ചാ ഉപ്പച്ചി തന്നെ ചിങ്കു തന്നു താളിന്. അപ്പൊ എന്റെ വെച്ചാല് അപ്പം പിന്നെ അതുപോലെ ഇതേപോലെ ഫാത്തിമ ബുട്ടിക്ക് നിങ്ങൾ മറക്കണ്ട. അപ്പം എല്ലാവരും ഒന്ന് കേറി നോക്കുക. ഇത് പ്രമോഷൻ രസല്ലേ? എന്റെ ഉപ്പച്ചി ചോദിച്ചു ഉപ്പച്ചിക്ക് ആരും എന്താന്ന് അയക്കാത്തത്. ആണുങ്ങളൊന്നും ഡ്രസ് കാണില്ല, നമുക്കൊന്നും കിട്ടലില്ല. നിനക്ക് മാത്രം എന്താ നിനക്കൊന്നും ആരും ഇതാക്കാത്തത്. നമ്മള് എക്സ്പയർ അയാളല്ലേ. അപ്പൊ എന്റെ അപ്പൊ ഇവരെ നല്ല ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി കേട്ട് നിങ്ങൾ എങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ ഇനി പറഞ്ഞുതരാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പൊ ബൈ ബൈ. ബൈ ബൈ ഗൈസ്.